ഖുർആൻ അങ്ങനെ ഇറങ്ങിയ ഗ്രന്ഥമല്ല. നിങ്ങൾ അറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ 40 വയസ്സുവരെ മക്കാ ഖുറൈശികളുടെ നാണം കെട്ട ജീവിതം കണ്ട് മനസ്സ് മടുമെടുത്തു പോയപ്പോ അവസാനം ജീവിതത്തിൽ ഒരു അത്താണി തേടി, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യമായ ഒരവസ്ഥ തേടി, ആരും എത്തിപ്പെടാത്ത, ആരും നോക്കാത്ത ഗാർ ഹിറാ എന്ന് പറയുന്ന മലമുകളിലേക്ക് ചെല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കയറി ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിങ്ങനെ സുജൂദുകളും ദിക്റുകളും തസ്ബീഹുകളുമായി കഴിഞ്ഞുകൂടുമ്പോ ഒരു ദിവസമാ ജിബ്രീൽ പറഞ്ഞു, നബിയേ ഇഖ്റ, വായിക്ക് നബിയേ. ജിബ്രീൽ ആദ്യമായി ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയെ വായിക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല, ഞാൻ പിന്നെ എങ്ങനെ വായിക്കാൻ? നബിയെ വായിക്ക്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, അങ്ങയെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിച്ചു തുടങ്ങിക്കോ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, എനിക്കറിയില്ല. രണ്ടാമതും പറഞ്ഞപ്പോ ജിബ്രീൽ പിടിച്ച് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഹൃദയത്തോട് ചേർത്തു. മാലാക മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ വായിച്ചോ, വായിച്ചോ, വായിച്ചോ നബിയേ. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഈ 5 ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു. അറിയാതെ നാവിൻ തുമ്പിലൂടെ ഒഴുകിയെത്തി 5 ആയത്തുകൾ. പിന്നീടാണ് പരമ്പരകൾ, ഓരോ സാഹചര്യങ്ങൾക്കൊത്ത് അല്ലാഹു ആയത്തുകൾ ഇറക്കി കൊടുത്തു. റസൂലുള്ളാഹിക്ക് ഗ്രന്ഥരൂപത്തിലല്ല. ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഒരു ആയത്തിറക്കും. ഒരു ചെറിയ ഉദാഹരണം അതിനുവേണ്ടി ഞാൻ പറയാം. നിങ്ങൾക്കറിയോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു മനുഷ്യനാണ് സഅദ് ഇബ്നു അബീ വഖാസ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, 10 സഹാബാക്കൾ നാളെ സ്വർഗത്തിലാണ്. سعد سعيد زبير طلحة وأبي عبيدة وبن عوف ناصر الكرم. സഹാബാക്കളുണ്ട് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട. അതിലൊരു ആളാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ചു. ഉമ്മയ്ക്ക് ഒരു മകൻ മാത്രമാണ്. ഉമ്മ വല്ലാതെ വിവശയായി വീട്ടിൽ കഴിയുകയാ. ഒരു ദിവസം രാത്രിയിൽ എഴുന്നേറ്റ് ഉമ്മ വന്ന് മകന്റെ റൂമിലേക്ക് നോക്കുമ്പോ ഈ പൊന്നുമോൻ ഇങ്ങനെ കുനിഞ്ഞു കിടക്കുകയാണ്, സുജൂദിൽ കിടക്കുകയാണ്. ഉമ്മ ചിന്തിച്ചു, എന്റെ മോൻ എന്തു പറ്റി? വല്ലാതെ നിലവിളിച്ചു, വല്ലാതെ പ്രയാസപ്പെട്ടു. സഅദ് ഇബ്നു അബീ വഖാസ് സലാം വീട്ടിയിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ അംഗത്വം സ്വീകരിച്ചു ഉമ്മ, ഞാനൊരു മുസ്ലിമാണ് ഉമ്മ. ഈ സമയത്ത് ഉമ്മ പറയുന്നു, മോനെ, എന്നെ അനുവാദമില്ലാതെ, എന്നോട് ചോദിക്കാതെ തേനെ പാലേന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞു എത്ര സങ്കടപ്പെട്ട പൊന്നുമോനെ നിന്നെ വളർത്തിയത്. എന്നിട്ട് നിന്റെ ഒരു നല്ല അവസ്ഥ എത്തിയപ്പോ, സ്വന്തമായി നടക്കാനും ജീവിക്കാനുമുള്ള അവസ്ഥ വന്നപ്പോ, എന്റെ അനുവാദമില്ലാതെ നീ മറ്റൊരുത്തന്റെ കൂടെ പോയോ സഅദേ എന്ന് സഅദിനോട് പറഞ്ഞപ്പോ സഅദ് പറഞ്ഞു, ഉമ്മ, അത് സത്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായത്. ഉമ്മ പറഞ്ഞു, മോനെ, നീ ആ മതത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഞാൻ ഒരു ഭക്ഷണം കഴിക്കില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല, പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കും നിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നീ ആ മുഹമ്മദിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരണം. സഅദിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമായി, ദുഃഖമായി. ഒരു ഭാഗത്ത് ഉമ്മാടെ സ്നേഹവും ഉമ്മാടെ വാക്കും, മറുഭാഗത്തോ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും ഞാൻ എന്ത് ചെയ്യണം?
സഅദിന്റെ മനസ്സിൽ ഓടി വരികയാ. ഏത് പ്രശ്നങ്ങളിലും തന്റെ പ്രശ്നപരിഹാരത്തിന് ഒരേ ഒരു സദസ്സേയുള്ളൂ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടാ. ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് സഅദ് ഓടി എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഉമ്മയെ വാശിപ്പുറത്തിരിക്കുകയാണ്, അവര് ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഞാൻ അല്ലാഹുവിനെ സ്വീകരിക്കണോ അതല്ല ഉമ്മാനെ സ്വീകരിക്കണോ നബിയേ? ഉമ്മാനെ തള്ളി പറയണോ അങ്ങയെ തള്ളി പറയണോ? ഞാൻ എന്ത് ചെയ്യണം? മറുപടി പറ. അല്ലാഹുവിന്റെ റസൂലിന് മറുപടി പറയാനില്ല. കാരണം എന്താ? മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. ഒരു വാക്ക് പോലും അവിടുന്ന് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല, അല്ലാഹു അറിയിച്ചു കൊടുക്കാതെ. പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് വന്നാൽ അതും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അറിയിക്കാത്ത ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. സഅദിന്റെ മുമ്പിൽ തലകുനിച്ചിരുന്നു ആദരവായ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തലകുനിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്യണം? വഹീന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കണ്ണ് മുകളിലേക്ക് ഉയർത്തും. സാധാരണ എന്തു പ്രശ്നം വന്നാലും ജിബ്രീൽ വന്ന് പ്രശ്നപരിഹാരം നടത്താറുണ്ട്. പക്ഷേ ജിബ്രീലിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറെ സമയങ്ങൾ ഇരുന്നു. സഅദ് മടങ്ങിപ്പോയി. 1-2 ദിവസം കഴിഞ്ഞു. ഉമ്മ പട്ടിണിയാണ്, മരണത്തോടടുക്കുകയാണ്. സഅദ് പോയിട്ട് ഉമ്മാന്റെ കാല് പിടിച്ചു പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ഇങ്ങനെ കിടക്കല്ലേ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തു തരാം ഉമ്മ, നിങ്ങളെ ഭക്ഷണമൊന്ന് കഴിക്കണേ. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്റെ മുമ്പിൽ കിടന്ന് നിങ്ങൾ മരിച്ചാൽ എന്നെ ആളുകൾ വല്ലാതെ ആക്ഷേപിക്കും ഉമ്മ. അതുകൊണ്ട് എന്നെ ഓർത്തെങ്കിലും നിങ്ങൾ എഴുന്നേക്കണം, കഴിക്കണം. ഇല്ല മോനെ, നീ മുഹമ്മദിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഞാനില്ല. പെടഞ്ഞ് 100 പ്രാവശ്യം നിന്റെ മുന്നിൽ മരിക്കേണ്ടി വന്നാലും പൊന്നുമോനെ, നീ മടങ്ങി വരാതെ ഞാൻ കഴിക്കില്ല. സഅദ് വല്ലാതെ വിഷമിച്ചു, വേദനിച്ചു. വീണ്ടും 3-ാമത്തെ ദിവസം അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ദാറുൽ അർഖമിലേക്ക് ഓടി വരികയാ. റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലേക്ക് വഹീന് വേണ്ടി കാത്തിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് സഅദ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഉമ്മ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്, ഞാനെന്ത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞതാ നബിയേ. ഓ സമയത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമതാ വിവർണമാകാൻ തുടങ്ങി. അവിടുത്തെ മുഖം ചുവക്കാൻ തുടങ്ങി. നെറ്റിത്തടത്തിൽ വിയർപ്പ് നീർത്തുള്ളികൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ആകാശത്ത് നിന്നൊരു മണിനാദം പോലെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതി കേൾപ്പിച്ചു, നബിയേ, സഅദിന് പറഞ്ഞു കൊടുത്തോ, വൈജാഹദാക അലാ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅദേ, നിനക്ക് വേണ്ടി ജിബ്രീൽ ആയത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തോ അല്ലാഹു പറയുന്നതെന്നറിയോ? അല്ലാഹു പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമു. അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, വിവരക്കേട് കൊണ്ട് കുഫറിന്റെ കോട്ടകൊത്തളങ്ങളിൽ ജീവിച്ച സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നിങ്ങളോട് എനിക്ക് ശിർക്ക് ചെയ്യാ നിന്റെ വാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ ഫലാ തുതിഉഹുമാ, അനുസരിക്കേണ്ടതില്ല സഅദേ. നിന്റെ ഉമ്മയെ അനുസരിക്കേണ്ട സഅദേ. എത്ര മരിച്ചാലും, എത്ര കഷ്ടപ്പെട്ടാലും, എത്ര പ്രയാസപ്പെട്ടാലോ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പറഞ്ഞ ഉമ്മാനെ അനുസരിക്കേണ്ട സഅദേ. ഈ ആയത്ത് വന്നപ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാ. വീട്ടിലേക്ക് ചെന്ന് അവശയായി കിടക്കുന്ന ഉമ്മാന്റെ തലയെടുത്ത് തന്റെ മടിത്തട്ടിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, ഉമ്മോ, നിങ്ങൾക്ക് അല്ലാഹു 100
ജീവൻ തന്നാലോ ആ 100 ജീവനും എന്റെ മുമ്പിൽ കിടന്ന് നിങ്ങൾ 100 പ്രാവശ്യം പിടഞ്ഞു 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 മരിച്ചാലോ ഈ സഅദ് പിന്മാറുന്ന പ്രശ്നമില്ല ഉമ്മ. അതുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നോ. അതല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സഅദിന്റെ ദൃഢവിശ്വാസം കണ്ടിട്ട് ആ തള്ള ചിന്തിച്ചു, ഉമ്മ ചിന്തിച്ചു, ഇതിലെന്തോ കാര്യമുണ്ട്. അങ്ങനെ അവരും ഇസ്ലാം മതം സ്വീകരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഞാൻ ഈ സംഭവം പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതൊരവസരം എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരായത്ത് അല്ലാഹു ഇറക്കി കൊടുത്തു. ഇതേപോലെ ഓരോ സാഹചര്യങ്ങൾ വന്ന് ഓരോ സഹാബാക്കൾ ആളുകൾ ചെന്നിട്ട് നബിയോട് ഓരോന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹു ജിബ്രീൽ വന്ന ആയത്ത് ഇറക്കി കൊടുക്കുന്നത്. എന്നിട്ട് അത് പ്രവാചകൻ ഓതി കേൾപ്പിക്കും. ഇത് കേൾക്കുമ്പോഴോ, ഈ ആയത്ത് കേൾക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? എഴുത്തുകാരായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ ചില സഹാബാക്കൾ ഉണ്ടായിരുന്ന എഴുത്തുകാർ, അവര് ഇലയിലും തോലിലും ഒക്കെ ഈ ആയത്തുകൾ എഴുതിയിടുമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം പരിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഇറങ്ങി. നമ്മുടെ മുമ്പിലുള്ള ഖുർആന്റെ രൂപത്തിലില്ല. പിന്നെയോ തോലുകളിലും ഇലകളിലും അതേപോലെ ചില ഫലകങ്ങളിലും പലകയിലും മറ്റും എഴുതി വച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ക്രോഡീകരിച്ചിട്ടുമില്ല. ഖുർആനായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ എത്തിയിട്ടുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം വന്നു. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി അബൂബക്കർ കടന്നു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുള്ള സമയം ഉണ്ടായില്ല. അതിനേക്കാൾ വിലപിടിപ്പുള്ള, അതിനേക്കാൾ ഗൗരവമുള്ള ചില കാര്യങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു ഇങ്ങോട്ട് തിരിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹുവും അങ്ങനെ തന്നെ. ഖാദിസിയ്യ യുദ്ധം പോലെ പ്രഗൽഭമായ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനും ഇതിലേക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാമത്തെ പ്രധാനമന്ത്രി, 3ാമത്തെ പ്രസിഡന്റ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു വന്നപ്പോ ചിന്തിച്ചു, എന്റെ കാലഘട്ടത്തിലെങ്കിലും ഖുർആൻ ഒന്ന് ക്രോഡീകരിച്ചില്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പല സ്ഥലങ്ങളിൽ തോലുകളിലും ഫലകങ്ങളിലും പലയിടത്തായി കിടന്ന ഖുർആൻ ക്രോഡീകരിച്ചൊരു ഖുർആന്റെ രൂപത്തിലാക്കി. ഉസ്മാനിയ ഖത്ത്, ഉസ്മാനിയ എഴുത്തു നമ്മൾ പറയാറുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം കൈകൊണ്ട് എഴുതിയ ഖുർആൻ ഇന്നും മദീനത്തെ പള്ളിയിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൈകൊണ്ട് എഴുതിയ ഖുർആൻ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ഈ രൂപത്തിലാകുന്നത്. അതുവരെയും ഖുർആന്റെ രൂപത്തിലില്ല. വ്യത്യസ്തമായ പല ഭാഗങ്ങളിൽ, പല സ്ഥലങ്ങളിൽ അങ്ങനെ കിടക്കുകയാണ്. അതാണ് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ചത്. എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെയാണ് അല്ലാഹു തആല ഘട്ടം ഘട്ടങ്ങളായിട്ടാ 30 ജുസുവാകുന്ന 6114 സൂറത്തുകളിൽ 6666 ആയത്തുകളിലായി ഒരുപാട് 1000 കൽപ്പനകളും 1000 താക്കീതുകളും 1000 മുന്നറിയിപ്പുകളും 1000 ചരിത്രങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുമായി ലോകത്തിന്റെ മുന്നിൽ ഇന്നും വായിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ നിയമനിർമ്മാണ നിഘണ്ടുവായി ഖുർആൻ മാറിയത്. ആർക്കും ഇന്നേ വരെ ഖുർആൻ ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഖുർആൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ആ വെല്ലുവിളിക്ക് മുമ്പിൽ ഒരു ശാസ്ത്രജ്ഞന്മാരും ഒരു കഴിവുള്ളവരും ഭാഷയിൽ അഗ്രഗണ്യരായ ആളുകളും ആരും ഇന്നേവരെയും ഖുർആന്റെ വെല്ലുവിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം വരെയും ഇനിയും കഴിയില്ല. ഖുർആൻ ആദ്യം ചോദിച്ചു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. അല്ലാഹു ആദ്യം ഖുർആനിൽ പറഞ്ഞു, ഫഅതൂ ബിമിസ്ലിഹി. നിങ്ങൾക്ക് ഈ ഖുർആനിൽ വല്ല സംശയവുമുണ്ടോ എങ്കിൽ ഇതുപോലൊരു ഖുർആൻ നിങ്ങൾ വേറെ കൊണ്ടുപോവാ. നിങ്ങൾക്ക് ഈ ഖുർആൻ വരുമ്പോഴുള്ള അറബികളുടെ അവസ്ഥ എന്താണെന്നറിയോ? അറബികൾ മീമില്ലാതെ ഒരു വാക്ക് പോലും അവർക്കുണ്ടാക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. മീം ഒഴിവാക്കാൻ പാടില്ലാത്ത അവിഭാജ്യ ഘടകമായ ഒരു അക്ഷരമാണ്. മീമില്ലാതെ ഒരു കാര്യം പോലും അറബികൾക്ക് ഉണ്ടാക്കാനോ എഴുതാനോ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് അത്ഭുതകരമായി ഖുർആൻ ഇറക്കിയത്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സാനിഅക ഹുവൽ അബ്തർ.
ഈ സൂറത്ത് മീമില്ലാതെ ഇറങ്ങിയപ്പോൾ അത്ഭുതമായി അറബികൾക്ക്. ഇമ്രുൽ ഖൈസിനെ കേട്ടിട്ടില്ലേ? അറബിയിലെ സാഹിത്യ കുലപതിയായിരുന്നു ഇമ്രുൽ ഖൈസ്. ആ ഇമ്രുൽ ഖൈസ്, പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു വലിയ അറബി സാഹിത്യത്തിൽ അഗ്രഗണ്യനായിരുന്നു. അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുമായിരുന്നു. അവന്റെ മുമ്പിലേക്കും ആ ഇമ്രുൽ ഖൈസിന്റെ മുമ്പിലേക്കും ഖുർആന്റെ വെല്ലുവിളി നടത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇമ്രുൽ ഖൈസിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ കുറച്ച് ആളുകൾ കടന്നു ചെന്നു ഇമ്രുൽ ഖൈസിനെ കാണാൻ വേണ്ടി. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ. അപ്പൊ ഇമ്രുൽ ഖൈസിന്റെ മോള് വീട്ടിലുണ്ട്. സാഹിത്യകാരന്റെ മകൾ ആരാകും? സാഹിത്യകാരിയാകും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഡോക്ടർമാരുടെ മക്കളൊക്കെ ഡോക്ടർമാരാകും. വാപ്പയും ഉമ്മയും എഞ്ചിനീയറോ സ്കൂൾ അധ്യാപകരോ ആണെങ്കിൽ മക്കൾ ആ വഴിക്ക് പോകും. അപ്പൊ വാപ്പയും ഉമ്മയും എന്താണോ ആ പാത പിൻപറ്റുകയാണ് ബഹുഭൂരിഭാഗം കുടുംബത്തിലും മക്കൾ ചെയ്യുക. അപ്പൊ ഇമ്രുൽ ഖൈസിന്റെ മകളും അതേക്കാൾ കഴിവുള്ള പെണ്ണാണ്. അപ്പൊ സാധാരണക്കാരായ കുറച്ചു പേര് ഇമ്രുൽ ഖൈസിനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു. അപ്പൊ വലിയ സാഹിത്യ കുടുംബത്തിലെ കുലപതിയല്ലേ. സാധാരണഗതിയിൽ നിന്റെ വാപ്പ എവിടെ പോയി, വാപ്പ എവിടെ എന്ന് ചോദിക്കുന്ന ഐന അബൂക്ക എന്ന് ചോദിക്കും, നിന്റെ വാപ്പ എവിടെ. പക്ഷെ ഈ മോൾ ഇറങ്ങി വന്നപ്പോ ഇവര് ചിന്തിച്ചു, വലിയ സാഹിത്യകാരന്റെ മോളല്ലേ, ഒന്ന് മുട്ടുകുത്തിക്കാം എന്ന് കരുതി സാഹിത്യ വാക്കെടുത്തിട്ട് പറഞ്ഞു ഐന ഫാഉക്. ഫാ എന്ന് പറഞ്ഞാലും വാപ്പാന്ന് അർത്ഥമുണ്ട്. പക്ഷെ അത് പെട്ടെന്നൊന്നും ആർക്കും ചിന്തിക്കാൻ പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവര് ചോദിച്ചു ഐന ഫാഉക്, നിന്റെ വാപ്പ എവിടെ. ഇവള് മറുപടി പറയാതെ മിണ്ടാതെ നിൽക്കും. അപ്പം നമുക്ക് ഇച്ചിരി വലിയ ആളാകാം, എന്ത് സാഹിത്യമാണ് എന്ന് പറഞ്ഞവരെന്ന് കളിയാക്കാം, പരിഹസിക്കാം എന്ന് വിചാരിച്ചാണ് ഇവർ ചോദിച്ചത് ഐന ഫാഉക്. പെണ്ണങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തു പോയ ഒരു മുട്ടുമടക്കി തിരിച്ചു. പടച്ചോനെ ആകെപ്പാടെ കുഴഞ്ഞല്ല. ചുമ്മാ ഒന്ന് ചോദിച്ചതാണ്. പെണ്ണ് ഫാ കൊണ്ടുള്ളൊരു പാട്ടം കൊണ്ട് ഒരു വലിയ വരി അങ്ങോട്ട് എടുത്തിട്ട് എന്താ അതിന്റെ അർത്ഥം? എല്ലാം സാഹിത്യവാക്ക. പാപ്പ കാട്ടിൽ പിന്നെ വിറകൊടിക്കാൻ പോയിരിക്കുകയാണ്, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. ഇത്ര ഉള്ളതിന്റെ അർത്ഥം. നമ്മൾ കേട്ടപ്പോഴോ ഫാ 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 എന്ന് കുറെ ഫാക്കുകൾ മാത്രം അല്ലേ. പക്ഷെ കൂട്ടിവെച്ചാൽ നമ്മൾ പറയും നമ്മൾ കേൾക്കുന്ന വെറും ഫാ അല്ല. ഈ സാഹിത്യ കുലപതിമാർ ഇതേപോലെ അറബിയിൽ അഗ്രഗണ്യരായ, നിങ്ങൾക്കറിയോ വിശുദ്ധ അറബി ഭാഷയെ കുറിച്ച് പറയുമ്പോ അറബി എന്താണ്? അള്ളാഹു എന്തിനാ ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കിയത്? അള്ളാന്റെ റസൂല് പറഞ്ഞു ഇന്നി ഉഹിബ്ബുൽ അറബ്, ഞാൻ അറബിനെ സ്നേഹിക്കുന്നു. കാരണം ഇന്നി അറബിയുൻ, ഞാൻ അറബി കുലത്തിൽ പിറന്നവനാണ്. വലുഗത്തുൽ ഖുർആനി അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, സ്വർഗ്ഗത്തിലെ ഭാഷയും അറബിയാണ്. അതുകൊണ്ട് ഞാൻ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നുവെന്ന് ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ. നമുക്ക് എത്ര പേർക്ക് അറബിയായിട്ട് ബന്ധമുണ്ട്? എത്ര പേർക്ക് അറബിയായിട്ട് ബന്ധമുണ്ട്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമെ തിരിഞ്ഞ് ദുആ ചെയ്യാൻ എന്താ ദുആ ചെയ്യുന്ന പറയില്ല, ആമീൻ 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 എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും ഇല്ലേ? പണ്ടൊരു പള്ളിയില് ഉസ്താദ് മദ്രസയിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഒരു പയ്യനെ പിടിച്ചടിച്ചു. ഇപ്പൊ മദ്രസ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ ആകെപ്പാടെ. മദ്രസയിലായാലും സ്കൂളിലായാലും പിള്ളേരെ എങ്ങാനും അടിച്ച് ബൂസ്റ്റും ബോൺവിറ്റായും കൊടുത്ത് വളർത്തുന്ന മക്കളാണ്. എങ്ങാനും ഒരു പാട് വീണ വാപ്പ ഉസ്താദ് പിന്നെ എന്ത് ചെയ്യണം, വീട്ടിൽ പോയിരിക്കേണ്ടി വരും. ഉസ്താദ് പഠിച്ചോണ്ടിരുന്നൊരു വിദ്യാർത്ഥിയെ ഒന്ന് അടിച്ചപ്പോ ഒരു പാട് വീണു. ചെറുക്കൻ ചെന്ന് വീട്ടിൽ പറഞ്ഞു ഹാജിയാരും പെട്ടെന്ന് ചാടി പിടച്ച് പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് എവിടാവൻ വിളിച്ചിറക്ക്, പറഞ്ഞു വിടവനെ. ആകെപ്പാടെ പ്രശ്നങ്ങളായി, ബഹളങ്ങളായി, വെള്ളിയാഴ്ച ആകെപ്പാടെ വിഷയങ്ങളായി. ഉസ്താദിനെ പറഞ്ഞു വിടണമെന്നായി. പിന്നെ എന്തുകൊണ്ട് ആരോ ഒക്കെ ഇടപെട്ട് എന്തായാലും അത് രമ്യതയിലാക്കി തീർത്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ പിന്നെ ഹാജിയാരും മരിച്ചു. അപ്പൊ ഒരാൾ ഓടി വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ അറിഞ്ഞാ ഹാജിയാര് മരിച്ചു. ഏത് ഹാജിയാര്? അന്ന് നിങ്ങളെ തരി പറഞ്ഞ ഹാജിയാരുണ്ടല്ലോ, അങ്ങനെ മരിച്ചു. ഉസ്താദ് മനസ്സിൽ പറയും അൽഹംദുലില്ലാ, പായം പോയല്ല. അപ്പൊ അടക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോകാം. ഈ മദ്രസയിൽ 2 മക്കളാണ്, മദ്രസയിൽ പഠിച്ചു. ഉസ്താദ് അടിച്ചതിന്റെ പേരിലാണ് ഉസ്താദിനോട് അയാൾ കിടന്ന് ഒപ്പിച്ചത്. അതോടെ മദ്രസ പഠനമൊക്കെ നിർത്തി. മക്കളൊക്കെ പഠിച്ചു. ഒരാൾ ഡോക്ടറായി, ഒരാൾ എഞ്ചിനീയറായി, ലണ്ടനിലാണ്. 2 പേരും വളർന്നു വലുതായി, വലിയ കോടീശ്വരനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാപ്പ മരിക്കുന്നത്. വാപ്പ മരിച്ചപ്പോ ലണ്ടനിലുള്ള 2 മക്കളെയും വിളിച്ചു. 2 പേരും നാട്ടിൽ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്?
ഇനി എന്താ ചെയ്യേണ്ടത്? മയ്യത്ത് കുളിപ്പിക്കണം. ആര് കുളിപ്പിക്കണം? മയ്യത്ത് ആരാ കുളിപ്പിക്കേണ്ടത്? മക്കൾക്കാണ് കുളിപ്പിക്കാൻ അവകാശം. ആര് കുളിപ്പിക്കണം? അപ്പൊ മക്കള് പറഞ്ഞു ഉസ്താദ് കുളിപ്പിക്കണം, ശമ്പളം കൊടുക്കണല്ലേ. ശരി, ഞാൻ കുളിപ്പിക്കാടാ. ഉസ്താദ് പതുക്കെ അങ്ങോട്ട് കുളിമുറിയിലോട്ട് കയറി മയ്യത്തിനെ കിടത്തിയിരിക്കുകയാണ്. നല്ലൊരു തൊണ്ടെടുത്തിട്ട് തേച്ചങ്ങ് ഉരച്ച്, പണ്ടെന്നെ അടിക്കാൻ വന്നവനല്ലേ, ശക്തിയായിട്ട് തേച്ചങ്ങ് ഉരപ്പിച്ച് കുളിപ്പിച്ചു. എന്നിട്ട് കൊണ്ടുവന്ന് കിടത്തി മയ്യത്ത് ഒക്കെ കെട്ടി കൊണ്ടുവന്നു പള്ളി കൊണ്ടുവന്ന് വെച്ച് നിസ്കരിക്കണം. ആര് നിസ്കരിക്കണം? ഉസ്താദ് നിസ്കരിക്കണം. പൈസ ശമ്പളം കൊടുക്കണല്ലേ, 1219 രൂപ 50 പൈസ. നിസ്കരിക്കണം. ശരി, ഞാൻ നിസ്കരിക്കണം. അങ്ങനെ കയറുന്നു ഉസ്താദ്. അല്ലാഹു അക്ബർ പറഞ്ഞ കൈ കെട്ടി. എല്ലാവരും കൈ കെട്ടി. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി, രണ്ടാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ഓതുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു. ഉസ്താദിന്റെ മനസ്സിൽ എന്താണ്? പഠിച്ചോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു റാത്തീവിന് പോയി 100 രൂപ കിട്ടിയതാണ്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേന് ഒരു 50 രൂപ തരുമായിരിക്കും. അതുകൊണ്ട് പിള്ളേർക്ക് ഓറഞ്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. വലല്ലാഹീന ആമീൻ. നിസ്കാരം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പൊ കൊണ്ടുപോയി അടക്കണം. മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ആരാ ഇറക്കി വെക്കേണ്ടത്? ഉസ്താദ് വെക്കണം, ശമ്പളം കൊടുക്കണല്ലോ. ശരി, ഞാൻ വെക്കാടാ. അങ്ങനെ ഈ മയ്യത്ത് ഉസ്താദ് എടുത്തിട്ട് പതുക്കെ ഖബറിലേക്ക് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോ ഉസ്താദ് മനസ്സിൽ പറയാ, എന്താ പറയേണ്ടത്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഈ ആയത്തോതിക്കൊണ്ടാണ് മയ്യത്തെടുത്ത് ഖബറിലേക്ക് വെക്കേണ്ടത്. മയ്യത്തെടുത്ത് കൊടുക്കുക. പറയുമ്പോ എന്താ കൊടുക്കുമ്പോ എന്താ? അല്ലാഹുവേ, ദാ വരണം, നീ പിടിച്ചോ. എന്നോട് ദുനിയാവിൽ ഖുർആൻ പഠിച്ചപ്പോ ഒരു അടി കൊടുത്തതിന്റെ പേരിൽ എന്നെ അടിക്കാൻ വന്നവനാ, നീ കൂടെ അടി എന്ന് പറഞ്ഞ് മയ്യത്ത് അങ്ങോട്ട് ഇറക്കി വെച്ച് മയ്യത്തൊക്കെ മൂടി. ഇനി ദുആ ചെയ്യണം. ആര് ദുആ ചെയ്യണം? ഉസ്താദ് ദുആ ചെയ്യണം. ശമ്പളം കൊടുക്കാം. ഞാൻ ദുആ ചെയ്യടാ. ഉസ്താദ് നാമീം പറയാം. ഉസ്താദ് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗഫിർ ലഹു. അല്ലാഹുവേ, അറബിയിലാ പറയണത്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വദ്രിബ്ഹു ബദല ദർബി ഫിദ്ദുനിയാ അൽഫ ദർബിൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ദുനിയാവിൽ ഇവന്റെ പൊന്നുമോനെ അടിച്ചതിന്റെ പേരിൽ ഒരു അടിയാണ് ഇവൻ എന്റെ കവാലത്ത് അടിച്ചതുണ്ടെങ്കിൽ അല്ലാഹുവേ, ദാ വരുന്നു നിന്റെ മുമ്പിലേക്ക്, നീ ഇവന് 100 അടി അടിക്കണേ അല്ലാ. അപ്പൊ രണ്ടുപേരും ആമീൻ. രണ്ട് മക്കളും ആമീൻ. ലണ്ടനിൽ നിന്ന് വന്ന മോനും ആമീൻ. അമേരിക്കയിൽ വന്ന മോനും ആമീൻ. സങ്കടത്തോടെ പറയാൻ. അറബിയായിട്ടുള്ള ബന്ധം എന്താണ്? ഇന്ന് ഉസ്താമാര് ദുആ ചെയ്യുന്നു. ഉസ്താദ് ചെയ്യൂന്നല്ല പറഞ്ഞത്, നാളെ എപ്പോഴും കുഴപ്പമുണ്ടാക്കിയേക്കരുത്. അങ്ങനെ വന്നാൽ ചിലപ്പോ കുഴപ്പം ഉണ്ടാക്കിയേക്കും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ചില കല്യാണങ്ങളിലൊക്കെ ചെന്നിരിക്കുമ്പോ, കല്യാണ സദസ്സിൽ പോയിരിക്കാൻ, അപ്പൊ കൊണ്ടുവരും കുറെ ഒരു 16 വീഡിയോക്കാർ കാണും. ചൂട് കൊണ്ട് ഒന്നാമതിരിക്കാൻ പാടില്ല. ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റില്ലായിരിക്കും. എന്നാലും ഈ സുനാമി ഇങ്ങനെ കത്തിച്ച് വെച്ചോണ്ടിരിക്കും. അതിന്റെ ചൂടേറ്റ് നമ്മൾ അവിടെ നിന്ന് വെന്തുരുക്കണം. പകുതി മുസ്ലിയാക്കന്മാരും പകുതിയിലധികം പേരും മിണ്ടാതെ അങ്ങനെ ഇരുന്ന് കൊടുത്തേക്കും. ഇല്ലെങ്കിൽ എന്താ? അപ്പൊ ഇത് കാണുമ്പോൾ അപ്പുറത്തിരുന്ന കമ്മിറ്റിക്കാരെല്ലാം കണ്ണുരുട്ടുമായിരിക്കും. ചില ആളുകൾ, ചില ഉസ്താദന്മാർ പറയാം, ഞാൻ എന്റെ മുന്നിൽ ഇരിക്കൂല, നിങ്ങൾ ഞാൻ എനിക്കാഹ് ചെയ്യൂല, ഞാൻ എഴുന്നേറ്റ് പോകുന്നൊക്കെ പറഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കും. ഇത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തെ കമ്മിറ്റിക്കാർ നോക്കിക്കൊണ്ടിരിക്കും. വൈകുന്നേരം മഗ്‌രിബ് കഴിയുമ്പോൾ ഉസ്താദിന്റെ ഒരു കവർ കൊണ്ടുവന്ന് കൊടുക്കും കമ്മിറ്റിക്കാർ. ഉസ്താദ് വിചാരിക്കും അൽഹംദുലില്ലാഹ് ശമ്പളം കൂട്ടിന്റെ കവറായിരിക്കും. അടിച്ചു നോക്കുമ്പോഴാ എന്താ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സേവനം മതിയാക്കി ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിടേണ്ടതാവുന്നു. കാര്യം കഴിഞ്ഞു. ഇത് തന്നെയുള്ള ഉസ്താദുമാരുടെ അവസ്ഥ. അതുകൊണ്ട് പ്രാഗി നേർന്ന് ചില സ്ഥലത്ത് ഇരിക്കേണ്ടി വരും, ചിലത് ചെയ്യേണ്ടി വരും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മക്കൾ വാപ്പ മരിച്ചാൽ വാപ്പാടെ മയ്യത്ത് നമസ്കരിക്കാൻ അർഹതപ്പെട്ടത് ആരാൻ? മക്കളാണ്. ഇന്ന് എത്ര മക്കളുണ്ട് അതിന് കഴിവുള്ളവർ? എന്റെ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, മക്കളെ വളർത്തിയല്ലോ, തേനേ പാലേന്ന് പറഞ്ഞ് വളർത്തിയല്ലോ, എത്ര നാളുകളാ ഗൾഫിൽ പോയി കിടന്ന് സമ്പാദിച്ചത് മക്കൾക്ക് വേണ്ടി? എത്ര വർഷങ്ങളാ മക്കൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ജീവിതം കളഞ്ഞത്? അവസാനം പൊന്നു വാപ്പാ നീ മരിച്ചു കിടക്കുമ്പോ എന്റെ വാപ്പാടെ മയ്യത്താണ് അല്ലാ എന്ന് പറഞ്ഞ് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നൊന്ന് പൊട്ടിക്കരയാ, ഒന്ന് ദുആ ചെയ്യാൻ മനസ്സുള്ള അറിയാവുന്ന അറിവുള്ളൊരു പണ്ഡിതനായ പൊന്നുമോനെ നീ വാർത്തെടുത്തില്ലെങ്കിൽ എന്റെ പൊന്നു വാപ്പാ, നിന്റെ മകനെ കൊണ്ട് എന്താ നിനക്ക് കിട്ടിയത്? എന്താ നിനക്ക് ലഭിച്ചത്? ഒരുപാട് താലോലിച്ചില്ല ഉമ്മ, ഒരുപാട് സ്നേഹിച്ചില്ല ഉമ്മ. നിന്റെ ഖബറിന്റെ അടുത്തൊന്ന് വന്ന് ദുആ ചെയ്യാൻ പോലും നിന്റെ മക്കൾക്ക് ഇന്ന് സമയമില്ല. പക്ഷേ ഇരിക്കുന്ന തലപ്പാവധാരികളായ മക്കളുണ്ടല്ലോ, അവർക്ക് അവരുടെ വാപ്പാനെ മറക്കാൻ കഴിയില്ല. ഏതവധിക്ക് നാട്ടിൽ ചെന്നാലോ വാപ്പാന്റെ ഖബറിൽ പോകാത്ത മുതഅല്ലിമീങ്ങൾ ഉസ്താദുമാര് കുറവാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊരു ഖബറിന്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോ ഖബറിന്റെ അകത്തുനിന്നൊരു വിളിയാളം വരും.
വരുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവില്ല. എന്താണ് അവര് വിളിച്ചു പറയുന്നതെന്നറിയോ? യമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യരിഫൂനി ദബുൽ മീറാസി യഖ്തസിമൂന മാലി വമാ യഅലൂന അൻ ജഹദൂനി. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നിന്റെ മയ്യത്തിനെ കൊണ്ടുപോയി അടക്കിയില്ലേ, ഓ വാപ്പാന്റെ ഖബറിന്റെ അടുത്തേക്ക് നീ ഒന്ന് നടന്നു പോകുമ്പോ ആ ഖബറിൽ കിടക്കുന്ന വാപ്പ നിന്നോട് വിളിച്ചു പറയുമത്രേ, യമുറു അഖാരിബി ജനബാതി ഖബരി. വെള്ളിയാഴ്ച വേളാവൂർ പള്ളിയിലേക്ക് ജുമയ്ക്ക് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ കാലടിയുടെ പെരുമാറ്റം കേൾക്കുമ്പോ, നിന്റെ കാലിന്റെ ശബ്ദം കേൾക്കുമ്പോ അത് തിരിച്ചറിഞ്ഞിട്ട് ഖബറിൽ കിടന്നുകൊണ്ട് വാപ്പയോ ഉപ്പാപ്പയോ വിളിച്ചു പറയുകയാ, എന്റെ ഖബറിന്റെ അടുത്ത് കൂടി നടന്നു പോകുന്ന എന്റെ കുടുംബക്കാരെ, എന്റെ വേണ്ടപ്പെട്ടവരെ, ഒരു പരിചയവുമില്ലാത്ത പോലെ നിങ്ങൾ എന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോകുന്നു. ഞാൻ എത്ര വർഷങ്ങളോ ഗൾഫിൽ പോയി സമ്പാദിച്ചത്, എത്ര വർഷങ്ങൾ ചോര നീരാക്കിയ സമ്പത്താ മോനെ, നിങ്ങൾ അതെല്ലാം ഇന്ന് വീതിച്ചെടുത്തല്ലോ. വമായലൂന അൻജഹദൂനി. ഞാൻ ഉണ്ടാക്കി വെച്ച കടങ്ങളൊന്ന് വീട്ടാൻ പോലും നിനക്ക് മനസ്സ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ പ്രിയമുള്ള ഉമ്മ, നിന്റെ മക്കളെ നീ വളർത്തിയില്ലേ, നെഞ്ചത്തിട്ട് വളർത്തിയില്ലേ, താലോലിച്ച് സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നില്ലേ, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഖബറിന്റെ അടുത്ത് വന്നു നിന്ന് അസ്സലാമു അലൈക യാ ഉമ്മീ, ചെറുപ്പകാലഘട്ടത്തിൽ എന്നെ വളർത്തിയ എന്റെ ഉമ്മ എന്ന് പറഞ്ഞ് സലാം പറയാൻ എന്തേ എന്റെ പ്രിയമുള്ള വേളാവൂരുകാരെ ഒരു മകനെ നീ വളർത്തിയില്ല? ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിച്ചു ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് ഹിഫ്ള് ചെയ്തു വിട്ട ഈ പൊന്നാര മക്കളുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ മൂലയിരുന്നിട്ട് അവര് നാളെ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിമൻ ലഹു ഹുഖൂഖുൻ അലൈനാ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, എന്റെ വേണ്ടപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ. എനിക്ക് ആരൊക്കെ ഭക്ഷണം തന്നിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, എന്റെ ഇൽമിന്റെ പഠന കാലാവധിയിൽ എന്നെ ആരൊക്കെ തന്നിട്ടുണ്ടോ, ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ എന്ന് ഏതെങ്കിലും ഒരു പള്ളിമൂലയിലിരുന്ന് നീ മുസ്തഅല്ലിമീങ്ങൾ ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോ ഖബറിൽ കിടക്കുന്ന വാപ്പാ നിന്റെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്നൊരു വലിയ സദഖയാ. അതുകൊണ്ട് എനിക്ക് എന്റെ സദസ്സിനോട് പറയാനുള്ളത്, മക്കളെ ഖുർആനിലൂടെ വളർത്തിക്കോ. നീ മരിച്ചാ നിനക്ക് വേണ്ടി വല്ലപ്പോഴുമെങ്കിലും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ എടുത്തു വെച്ചെന്ന് ഖുർആൻ എടുത്തു വെച്ചെന്ന് ഓതിയിട്ട് നിനക്ക് വേണ്ടി ഒന്ന് ഹദിയ ചെയ്ത് ദുആ ചെയ്യാ ഒരു മക്കളെ നീ സമ്മാനിച്ചിട്ടുണ്ടോ? ഭാഗ്യവാനാണ്. അതിനുവേണ്ടി തയ്യാറെടുത്തോ എന്റെ ഉപ്പമാരുമ്മമാർ. മദ്രസയിൽ 6ാം ക്ലാസ് എത്തുമ്പോ 7ാം ക്ലാസ് എത്തുമ്പോ അടച്ചു പൂട്ടി വെച്ചിട്ട് പിന്നെ അവരുടെ വഴിക്ക് വിടും. ഖുർആനുമായി ഒരു ബന്ധവുമില്ല. മദ്രസയിൽ പഠിക്കുന്ന മക്കളെ നിർത്തിയിട്ട് ഖുർആനിൽ എത്ര സൂറത്തുണ്ടെന്നോ എത്ര ആയത്തുണ്ടെന്നോ അല്ലെങ്കിൽ ഖുർആനിന്റെ എന്തെങ്കിലും, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്തെങ്കിലും ഒരു അത്ഭുതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ പറ്റി ഖുർആനെ പറ്റി ചോദിച്ചു നോക്കിക്കേ, ഒരു മക്കളും പറയില്ല. തജ്വീദോടുകൂടി ഒന്ന് ഓതാൻ പോലും മക്കൾ തയ്യാറാവൂല അല്ലേ?
നമ്മൾക്ക് ഖുർആനായിട്ടുള്ള ബന്ധം എന്താണ്? വീടിന്റെ അലമാരിയുടെ മുകളിൽ ബറക്കത്തിന് വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഉപ്പാപ്പ മരിച്ചു കഴിയുമ്പോൾ പതുക്കെ അതെടുത്ത് തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു കഴുകാത്ത തലയണക്കകത്തൊക്കെ ഒരു പുതിയ ഉറയൊക്കെ കയറ്റിയിട്ടിട്ട് അതിൽ കൊണ്ടുവച്ച് ഉസ്താന്റെ മുന്നിൽ കൊണ്ടുവച്ച് ചാർത്തി കൊടുക്കും. അതിനല്ലേ നമ്മൾ ഖുർആൻ വീട്ടിൽ വെച്ചിരിക്കുന്നത്? പോരാ, ഇത് മാറണം. ഖുർആൻ എടുത്തു വെച്ച് ഓദിക്കോ. അത് ഓതാൻ ഇത് പറയുമ്പോ എന്റെ സദസ്സിൽ വന്നിരിക്കുന്ന വൃദ്ധരായ ഉപ്പമാരുണ്ടല്ലോ, ഉസ്താദേ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല, അത് പഠിക്കാനും മനസ്സിലാക്കാനും എന്റെ മാതാപിതാക്കൾ എനിക്ക് അവസരം തന്നിട്ടില്ല, അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നുവെന്ന് പറയുന്ന ഒരുപാട് ഉപ്പമാരുമ്മമാർ ഈ സദസ്സിലുണ്ട്. അവരോട് ഞാൻ പറയുകയാ, എന്റെ ഉപ്പാ വിഷമിക്കണ്ട, വേദനിക്കണ്ട. ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ടു ആ പള്ളിക്കകത്ത് നിന്ന് ഖുർആൻ ഒന്നെടുക്കുമോ? എന്റെ ഉമ്മ ഓരോ നമസ്കാരം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ്, സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിലോ നമസ്കാരപ്പായയിലോ ഇരുന്നിട്ട് ആ ഖുർആൻ അങ്ങോട്ട് എടുത്ത് നിവർത്തി മടിയിലേക്ക് വെച്ച ഉപ്പ, എന്നിട്ട് ആ ഖുർആനിലേക്ക് നോക്കിയൊന്ന് കരഞ്ഞോ. എന്റെ അല്ലാഹ്, നിന്റെ കലാമായ ഈ ഖുർആൻ അത് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അത് നോദാൻ പോലും എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ. നീ ആ ഖുർആനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും അല്ലാഹു നിനക്ക് പ്രതിഫലം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഓതാൻ അറിയാത്തവർ വിഷമിക്കണ്ട, ഖുർആൻ എടുത്ത് വെച്ച് വെറുതെ അതിലിങ്ങനെ നോക്കിക്കൊണ്ട് നിസ്കാരം കഴിഞ്ഞു, പള്ളിയിൽ ചെന്നു, ഇക്കാമത്ത് കൊടുക്കാനുള്ള സമയം ഇനിയും ബാക്കിയുണ്ട്, ചുമ്മാ ഇരുന്ന് ഫിത്ന പറയാതെ അതും ഇതും ആലോചിച്ചിരിക്കാതെ ഖുർആൻ എടുത്ത് വെച്ച് വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഓരോ പള്ളികളിൽ ചെന്നാലും ഖുർആൻ ഇങ്ങനെ ഒരുപാട് ഖുർആൻ അലമാരകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വേളാവൂർ പള്ളിയിലും കാണും, പ്രത്യേക അലമാരകൾ തന്നെ സജ്ജീകരിക്കും. പക്ഷേ ഖുർആൻ ഒന്ന് എടുക്കുകയോ ഓതുകയോ ഇല്ല, ഖുർആൻ ഒന്ന് എടുക്കുകയോ ഓതുകയോ ഇല്ല. അത് പോരാ, പള്ളിയിലേക്ക് ചെല്ലണം, നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഖുർആൻ എടുത്തു വെച്ച് പതുക്കെ അത് തുറന്ന് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നിമിഷങ്ങൾക്ക് കൂലിയാണ്. നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയങ്ങളും അല്ലാഹുവിന്റെ അടുത്ത് ഉന്നതമായ പ്രതിഫലങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓതാൻ അറിയില്ല, പഠിച്ചിട്ടില്ല, എനിക്കതിനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന് ഖേദത്തോടുകൂടി അല്ലാഹുവിലേക്ക് ദുആ ചെയ്തിരുന്നു എത്രയെത്ര ആളുകൾ, വൃദ്ധരായ ആളുകൾ പോലും ഖുർആൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ, പാശ്ചാത്യൻ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരു ദിവസം നൂറുകണക്കിന് ആളുകൾ വെള്ളിയാഴ്ച ഓരോ പള്ളികളിലും, അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ ഓരോ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇമാമിനെ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെ കാണാം. എന്തിനെന്നറിയോ? അവര് പരിശുദ്ധമായ കലിമ പറഞ്ഞ് ഇസ്ലാമതം സ്വീകരിക്കാൻ, ഖുർആന്റെ വക്താവാകാൻ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാ. ഓരോ ദിവസവും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ഖുർആൻ പഠിച്ചിട്ട് വായിച്ചിട്ട്. ഖുർആൻ എത്ര അത്ഭുതമെന്നറിയോ? ഈ അടുത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു. ഇന്നേ വരെ ഒരു മറുപടിയും മാർഗം കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടോ, കാലിഫോർണിയ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സ്ഥലമുണ്ട്, ഡെത്ത് വെൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. എന്താ അർത്ഥം? മരണത്താഴ്വര. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? കല്ലുകൾ സഞ്ചരിക്കുന്നു. ഇന്നും ലോകത്ത് ഒരു ശാസ്ത്ര സാങ്കേതിക ഘട്ടങ്ങളിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർന്നു പന്തലിച്ച് ഏതൊക്കെ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് റഡാറുകൾ സംഘടിപ്പിച്ചിട്ട് ലോകത്തിന്റെ ചലനങ്ങളും നിസ്ചലനങ്ങളും ഒപ്പിയെടുക്കാൻ കഴിവുണ്ടാക്കിയെടുത്ത അമേരിക്കയ്ക്ക് ഇന്നുവരെ മറുപടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കല്ലുകൾ സഞ്ചരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടോ നിങ്ങൾക്ക്, ഇന്നേവരെ മേരി സമഷ്ടി എന്ന് പറയുന്ന ഒരു കപ്പൽ ഇന്നേവരെയും ലോകത്തിന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, ന്യൂയോർക്കിൽ നിന്നും
കപ്പലിൽ 28 ആളുകൾ സഞ്ചരിക്കുമ്പോ കിഴക്ക് പടിഞ്ഞാറൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അവരിങ്ങനെ അവരുടെ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ എതിർഭാഗത്തൊരു കപ്പൽ കണ്ടു. അലക്ഷ്യമായി യാത്ര ചെയ്യുകയാണ്. അലക്ഷ്യമായി യാത്ര ചെയ്യുന്ന ആ കപ്പലിലേക്ക് എന്തോ ഒരു ദുരന്തം മനസ്സിലാക്കി ഈ കപ്പലിൽ നിന്ന് കപ്പിത്താൻ ഒരു സന്ദേശം അയച്ചു. മറുപടിയില്ല. പെട്ടെന്ന് തന്നെ ജീവനക്കാരൻ ലൈഫ് ബോട്ട് എടുത്തിട്ട് മേരി സെമസ്റ്റി എന്ന് പറയുന്ന കപ്പലിലേക്ക് യാത്ര ചെയ്തു. കപ്പലിൽ ചെന്ന് കേറിയപ്പോ എന്തോ ഒരു അത്ഭുതമാണ്. ഒരാളും ആ കപ്പലിലില്ല, ഒരു മനുഷ്യരുമില്ല, കപ്പിത്താനുമില്ല, ജീവനക്കാരുമില്ല, യാത്രികരുമില്ല, ഒരു മനുഷ്യരുമില്ലാതെ ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതല്ല ഇവരെ സ്തബ്ധരാക്കിയതും ഇവരെ അത്ഭുതപ്പെടുത്തിയതും എന്റെ പ്രിയമുള്ളവരെ, ഈ കപ്പിത്താനും അതേപോലെ ജീവനക്കാരൻ കടന്നു ചെന്ന് നോക്കിയപ്പോ കപ്പലിനകത്ത് ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വെച്ച കുറെ പ്ലേറ്റുകളുണ്ട്. ആരോ കഴിച്ചിട്ട് വെച്ചു പോയതാണ്. കഴിച്ചിട്ട് ഭക്ഷണം പാതി നിലയിൽ ഉപേക്ഷിച്ച പ്ലേറ്റുകൾ. ആരാണിത് കഴിച്ചത്? ആരാണ് ഇതിനകത്തുണ്ടായിരുന്നത്? ആരാണിത് സഞ്ചരിച്ചത്? ഇന്നേ വരെ ലോകത്താർക്കും മറുപടി പറയാ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? അമേരിക്കയിൽ നിന്ന് 980 കിലോമീറ്റർ അകലെ ഒരു സ്ഥലമുണ്ട്. പടിഞ്ഞാറൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ആ സ്ഥലം. അതിന്റെ പേര് ബെർമുഡ ട്രയാങ്കിൾ എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ അത്ഭുതം എന്തെന്നറിയോ? അതിലൂടെ 140ഓളം കപ്പലുകളാണ് ആ സ്ഥലത്ത് വെച്ച് അപ്രത്യക്ഷമായത്. 140 കപ്പലുകൾ എവിടെ പോയി? അതിൽ സഞ്ചരിച്ച ആളുകൾ എവിടെ പോയി? ആ സമുദ്രത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ച നൂറുകണക്കിന് പോർവിമാനങ്ങളും യുദ്ധവിമാനങ്ങളും എവിടെ പോയടോ? ലോകത്താർക്കും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്ക പല രീതിയിലും പരിശ്രമിച്ചു. പക്ഷേ ബെർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യത്തെ കുറിച്ച് ഇന്നേ വരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങാനും കടൽ കൊള്ളക്കാരെ തള്ളി തട്ടിയെടുത്തതാണെങ്കിൽ ആ കപ്പലിന്റെ ഒരു പലകയെങ്കിലും കാണേണ്ടതല്ലേ? ആ കപ്പലിന്റെ ഒരു സ്ക്രൂ എങ്കിലും കാണേണ്ടതല്ലേ? മരിച്ചുപോയവരുടെ ശരീരങ്ങളെങ്കിലും കണ്ടു കിട്ടേണ്ടതല്ലേ? ഇന്നേ വരെ 140 യുദ്ധക്കപ്പലുകളാ മുങ്ങിപ്പോയത്. നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളാ അവിടെ വെച്ച് അപ്രത്യക്ഷമായി പോയത്. ഈ വിമാനങ്ങളും യുദ്ധങ്ങളുമൊക്കെ എവിടെ പോയി? റഡാറുകൾ സംഘടിപ്പിച്ചിട്ട് അമേരിക്കക്കാരന് വേളാവൂർ നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതുപോലെ ഒപ്പിയെടുത്ത് കാണാൻ മാത്രം അവര് ഉയരത്തിലും ഉത്തുംകരയിലും എത്തിയെങ്കിൽ അത്രമാത്രം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ മികവ് തെളിയിക്കാൻ കഴിഞ്ഞ അമേരിക്കക്ക് തന്റെ മൂക്കിന്റെ തുമ്പത്തുള്ള 980 കിലോമീറ്റർ അകലെയുള്ള ബെർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യത്തെ കുറിച്ച് പറയാ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മറുപടി പറയുന്നു. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെ പോലെ വേറൊരു വിഭാഗമുണ്ട് ലോകത്ത്, ജിന്നുകൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. മനുഷ്യന്റെ കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ആ ജിന്നുകളുടെ ലീലാവിലാസങ്ങളാണ് ഇതെല്ലാം. ജിന്നുകളുടെ പ്രവർത്തനങ്ങളാണ്. 140 കപ്പലുകൾ എവിടെ പോയി? നൂറുകണക്കിന് വിമാനങ്ങൾ എവിടെ പോയി? സഞ്ചരിച്ച സഞ്ചാരികൾ എവിടെ പോയി? പഴയ പള്ളികളിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇന്നും ജിന്നുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. വേളാവൂര് പള്ളി പഴയ പള്ളിയാണ്. ഒരുപാട് പഴക്കമുള്ള പള്ളി തന്നെ. അല്ല, പള്ളി സ്ഥലം പഴക്കമുള്ള പള്ളി തന്നെയല്ലേ? ഒരുപാട് പഴയ പള്ളികളെല്ലാം പറയാ പുതുക്കിപ്പെടുന്നതുകൊണ്ട് ജിന്ന് വരൂലാന്ന് എല്ലാരും പള്ളിയിലേക്ക് വന്നേക്കാൻ. ഞാൻ ഇനി പറഞ്ഞപ്പോ ഉസ്താദ് വിചാരിച്ചു ഇനിയിപ്പോ ജിന്നുകൾ വരുമെന്ന് പറഞ്ഞാൽ വരുന്നവരെയും കൂടി ഉസ്താദ് തിരിച്ചുവിടാനായിരിക്കും അങ്ങനെ പറയുന്നത്. പഴയ പള്ളികളിലൊക്കെ ജിന്നിന്റെ ശല്യമുണ്ട്. രാത്രി വാതിലിൽ പോയി കിടന്നാൽ മതി, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ ഹൗലി കിടക്കുന്നതാണ്. വലിച്ചു വെളിയിൽ കൊണ്ടിടും ജിന്നുകൾ സത്യമാണ് സഹോദരന്മാരെ, അത് ഹക്കാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ചില ആളുകൾ പറയുമല്ലോ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി, നമ്മൾ ചില ആളുകൾ പറയും ഒരാൾ മരിച്ചാൽ
ആ ആള് വന്ന് ദേഹത്ത് കയറി എന്ന് പറയാറുണ്ടല്ലോ. ഉപ്പാപ്പ മരിച്ചു, ആ ഉപ്പാപ്പാടെ റൂഹ് വന്ന് ദേഹത്ത്. ചില ഉമ്മാമ്മമാര് പറയും വൈകുന്നേരം മഗ്‌രിബിന്റെ സമയമാകുമ്പോ, എടീ സുക്കൂറെ നല്ല മണം വരുന്നു കേട്ടോ, വാപ്പ കബറിന്ന് വന്നിരിക്കുക, ചാപ്പാട് തന്നെ പെട്ടെന്ന് എടുത്ത് ബിരിയാണി, നല്ല മട്ടൻ ബിരിയാണി എടുത്ത് വെളി കൊണ്ടുവെക്ക, കബറിന്ന് വാപ്പ പാവ കബറിലൊന്നും ഇല്ലല്ലോ തിന്നാൻ. ഉമ്മാമാടെ ഓരോ ലീലാവിലാസങ്ങൾ അള്ളാഹു പണ്ട് റസൂല് പഠിപ്പിക്കുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ മരിച്ചുപോയ ആളെന്ന് പറഞ്ഞ ചില ആളുകളുടെ ദേഹത്ത് വന്ന് കയറും. കയറിയിട്ടോ രഹസ്യങ്ങൾ, ഇയാൾ ഇപ്പൊ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇയാളുടെ പേരും ഗോത്രങ്ങളും ഒക്കെ പറയും. ഒക്കെ ശരി തന്നെ. എന്താ സംഭവം? എന്താ മരിച്ചുപോയവര് പോയി. നമ്മൾ പറയാം റൂഹാനി എന്ന് പറയാറില്ല. റൂഹാനി എന്താണ്? റൂഹ് എന്ന് പറഞ്ഞാൽ ഒരാത്മാവ്, റൂഹാനി എന്ന് പറഞ്ഞാൽ രണ്ടാത്മാവ്. എന്താ ഈ രണ്ടാത്മാവ്? എന്റെ വേളാവൂരുള്ള മുസ്ലിം സഹോദരങ്ങളെ പഠിച്ചു വെച്ചോ. ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ ആ മനുഷ്യനോടൊപ്പം ഒരു ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് ആ ജിന്നിനും ഇട്ടിരിക്കുന്നത്. ഈ ഷഫീഖ് എന്ന പേരുള്ള എന്നെ അള്ളാഹു പഠിച്ചപ്പോ ഇതേ പേരിലൊരു ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എന്റെ വാപ്പാടെ പേരാണ് ആ ജിന്നിന്റെ വാപ്പാടെ പേര്. എന്റെ ഉമ്മാടെ പേരാണ് ആ ജിന്നിന്റെ ഉമ്മാടെ പേര്. ഇതേപോലൊരു മനുഷ്യനെ ഒരു ജിന്ന് വെച്ച് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജിന്നുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഉണ്ട്. മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി, ചിലപ്പോൾ അടുത്തിരിപ്പുണ്ടാവും. പിടിച്ച് കഴുത്തെ പിടിച്ച് നെക്കും നോക്കിയിരുന്നോ? പേടിച്ചു പോകണ്ട കേട്ടോ. അല്ലാഹു തആല ഓരോരുത്തരോടും ഒപ്പം ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് പറയണതും വെറുതെ പറയല്ല, അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഒരു ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജിന്നിന്റെ പേര് നിങ്ങളുടെ പേരാണ്. ആ ജിന്നിന്റെ വാപ്പാടെ പേരും നിങ്ങളുടെ വാപ്പാടെ പേരാണ്. ആ ജിന്നിന്റെ ഉമ്മാടെ പേരും നിങ്ങളുടെ ഉമ്മാടെ പേരാണ്. നീ മരിച്ചാൽ ആ ജിന്ന് മരിക്കില്ല. അതാ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇബ്ലീസിനെ അറിയില്ലേ? അറിയോ? കണ്ടിട്ടുണ്ടാ? കണ്ണാടി പോയി നോക്കിയാ മതി. ഇബ്ലീസ് ആരാൻ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി. ഈ ജിന്നാണ് ഇബ്ലീസ്. ജിന്നുകൾ പല വിഭാഗമുണ്ട്. മുസ്ലിമായ ജിന്നുണ്ട്, കാഫിറായ ജിന്നുണ്ട്. ഈ കാഫിറായ ജിന്നാണ് ഇബ്ലീസിന്റെ രൂപത്തിൽ വരുന്നത്. അവനാണ് വന്ന് ദേഹത്ത് കയറുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജിന്നിനെ ആവാഹിക്കാൻ കഴിയും. മുസ്ലിമായ ജിന്നുകളാണെങ്കിൽ ആരെയും ഉപദ്രവിക്കില്ല. ആ ജിന്നുകൾ ആരെന്നറിയോ? ഒരു മനുഷ്യൻ നല്ലവനായി ജീവിച്ചാൽ, പടച്ചോൻ ഇബാദത്ത് ചെയ്ത് ഖുർആൻ പാരായണം ജീവിതത്തിൽ നിത്യമാക്കിയ ഏതെങ്കിലും മനുഷ്യരുണ്ടോ? അവൻ മരിച്ച അവന്റെ ജിന്നുവിനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോ പടച്ചോനെ അനുസരിച്ച് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ഖുർആൻ ഓതി ഇബാദത്ത് ചെയ്ത് ജീവിച്ചാൽ ഞാൻ മരിക്കുന്നതിനോട് കൂടി എന്റെ ജിന്ന് മരിക്കില്ല. കാരണം എന്താണ്? ജിന്നുകൾക്ക് അള്ളാഹു 10,000 15,000 വർഷങ്ങൾ ആയുസ് കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് വരെ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ജിന്നുകളുണ്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഹാമത്ത് ഇബ്നു ഇബ്ലീസ്, ഇമാം തുർമുദിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ആണെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നാണ്ട് എനിക്ക് ഓർമ്മയില്ല. ഹദീസിൽ കാണുന്നു, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാമത്ത് ഇബ്നു ഇബ്ലീസ്, ഇബ്ലീസിന്റെ പേരക്കുട്ടി, ഇബ്ലീസിന്റെ മകന്റെ മകൻ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് മുസ്ലിമായി. ആ ഹാമത്ത് ഇബ്നു ഇബ്ലീസ് പറയുകയാ, യാ റസൂലല്ലാഹ്, ഖാബീൽ ഹാബീലിനെ കൊല്ലുമ്പോ അതിലൊരു ചെറിയ പങ്കെനിക്കുണ്ടായിരുന്നു നബിയേ. നൂഹ് നബിയുടെ കപ്പലിലാ ഞാൻ രക്ഷപ്പെട്ടത്. യാ റസൂലല്ലാഹ്, ഞാൻ ഒരുപാട് കുടുംബങ്ങളെ അനാഥമാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ വഴികേടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ. മാപ്പ് തരണേ യാ റസൂലല്ലാഹ്. അതിന് മുമ്പേ മുസ്ലിമായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാമത്ത് ഇബ്നു ഇബ്ലീസ് മുസ്ലിമാണല്ലോ. ഹാമത്തിനോട് പറഞ്ഞു, ഈസാ നബി എനിക്ക് ശേഷം വരുന്ന പ്രവാചകനാണ്, വരുമ്പോ എന്റെ അസ്സലാമു അലൈക്കും പറഞ്ഞേക്കണമെന്ന്. ആരടുത്ത് പറഞ്ഞു? ഇബ്ലീസിന്റെ മോനോട്. ഈ ഹാമത്താണ് വന്നിട്ട് ഈസാ നബിക്ക് പറഞ്ഞു കൊടുത്തത്. മൂസാ നബി നിങ്ങൾക്കൊരു സലാം പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ ഹാമത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈസാ നബി അങ്ങേക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. ഈസാ നബി മരിക്കുന്നതിന് മുമ്പ് അങ്ങേക്കൊരു സലാം പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നബിയേ എന്ന് ഇബ്ലീസ് പറയുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇബ്ലീസ് വല്ലാത്ത കുഴപ്പമാണ്. അതാരാണ്? ഈ ജിന്നുകൾപ്പെട്ട ഒരു വിഭാഗമാണ്.
അപ്പൊ ഞാൻ അള്ളാനെ അനുസരിച്ചും പടച്ചോനെ പേടിച്ചും ഖുർആൻ ഓതൽ നിത്യമാക്കുക. ജിന്നിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഖുർആൻ ഓതൽ നിത്യമാക്കിക്കോ. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു ദിവസം പോലും ഒരു പേജെങ്കിലും ഓതാതെ ഒരു ദിവസവും കഴിഞ്ഞു പോരുത്. എന്താ സദസ്സിലുള്ളവർക്ക് നിയത്തെടുക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനം എടുത്തവർക്കൊന്ന് കൈവക്കിക്ക്. അള്ളാഹു കബൂലാക്കട്ടെ. താഴ്ത്തിയിട്ടോണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കൈവക്കിയത് മലക്കുകളുടെ സാന്നിധ്യത്തിലാണ്. നാളെ മുതൽ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. തുടങ്ങൂലേ? തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. ഈ കൈവക്കിയവർ ഓതാൻ അറിയാത്തവർ വിഷമിക്കണ്ട. എടുത്തു വെച്ച് ഒരു 5 മിനിറ്റ്, ഒരുപാട് സമയം വേണ്ട, 5 മിനിറ്റ് എടുത്തു വെച്ച് നോക്കി ഒരു തുള്ളി കണ്ണുനീർ ഒന്ന് ഒലിപ്പിച്ചോ. അള്ളാഹു പറഞ്ഞു ആ കണ്ണുനീർ തുള്ളികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓതാൻ അറിയാത്ത ചെറുപ്പക്കാര് മക്കളുണ്ടല്ലോ, മദ്രസയിലൊക്കെ പഠിച്ചു, പക്ഷെ ഓതാൻ അറിയില്ല ഉസ്താദേ, എന്താ ചെയ്യാ? കാരണം അന്ന് പോയപ്പോ മാങ്ങാട് മാവിന്റെ ചോട്ടിലും പറങ്ങാണ്ടി ചോട്ടിലും പോയിരുന്നു, മദ്രസയിൽ പോയില്ല. അപ്പൊ എന്താ ചെയ്യുക? പഠിച്ചില്ല. എന്താ ചെയ്യേണ്ടത്? അവസരമുണ്ട് എന്റെ ചെറുപ്പക്കാരാ. അല്ലാഹു പറഞ്ഞുവല്ലോ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമാണടാ ഖുർആൻ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനാണ്. ഇന്ന് ചില ആളുകളുണ്ട്, അസുഖം വന്നു, മാറാത്ത അസുഖമാണ്, ആശുപത്രിയിൽ പോയി, എല്ലാ ആശുപത്രികളിലും പോയി പഠിച്ചു, എല്ലാവിധ പ്രയാസങ്ങളും പഠിച്ചു. അതിനുശേഷം ലാസ്റ്റ് വരും ഏതെങ്കിലും ഉസ്താദിനെടുക്കൽ, ഉസ്താദെ എനിക്ക് ആ പ്രശ്നങ്ങളാണ്, എല്ലാ ഡോക്ടർമാരുടെ അടുത്തും പോയി, ഇനി എന്താ ലാസ്റ്റ് എന്താ ചെയ്യാനുള്ള മന്ത്രവാദം വല്ലോട്ടെ പറഞ്ഞത്. അപ്പൊ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഒരു 100 ഖുൽഹു അല്ലാഹ് ഊതിയിട്ട് നീ വെള്ളം കുടിക്കാൻ പറയും. ഒരു 11 ഫാത്തിഹ, ഒരു 7 ഫാത്തിഹ ഓതി വെള്ളത്തിൽ ഊതി നീ കുടിക്ക്, നിനക്കത് ശിഫയാണ്. അപ്പൊ ഓടി ചെന്നിട്ട് എണ്ണിപ്പറക്കും ഓരോ അക്ഷരങ്ങൾ. കാരണം ഓതാൻ അറിയില്ല. ഉടനെ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം പൊക്കി പിടിച്ചോണ്ട് നേരെ ചെല്ലും പള്ളിയിലേക്ക്. ഉസ്താദിന് പിന്നെയും ഗുരു ഓതി കൊടുക്കാൻ. അല്ലേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ അസുഖത്തിനും ശിഫയാണ് ഫാത്തിഹ. എന്റെ പ്രിയമുള്ള ഉമ്മ, നിന്റെ മക്കൾക്കോ നിന്റെ വേണ്ടപ്പെട്ടവർക്കോ ഒരു അസുഖം വന്നാൽ നീ എങ്ങോട്ടും ഓടല്ലേ. ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് തജ്വീദിന്റെ നിയമത്തോടുകൂടി ഫാത്തിഹ ഓതി ഊതിക്കോ, അത് കുടിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ കള്ളം പറഞ്ഞിട്ടില്ല, അവിടുന്ന് പറയുകയുമില്ല. ആ കള്ളം പറയാത്ത തിരുനാവ് കൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞത്, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. എല്ലാ അസുഖത്തിനും ശിഫയാണ് ഫാത്തിഹ. ഓതിക്കോ. പക്ഷെ ഓതുന്ന എങ്ങനെ ഓതണം? അല്ലന്ത റബ്ബിൽ ഗറമാറെ മാലിക് ആമീൻ ഇങ്ങനെ ഓതിയാ പോരാ. പിന്നെന്ത് ചെയ്യണം? ബിസ്മിയും ഫാത്തിഹയും ഖുർആനും തജ്വീദിന്റെ നിയമങ്ങളോടുകൂടി. ചില ആളുകൾ ഫാത്തിഹ ഓതുന്ന കാര്യമില്ല, നിസ്കാരിക്കാൻ അറബികളെ കാണാം. ചില അറബികൾ കൈ കെട്ടുന്ന കാണാം, റുക്കീ പോകുന്ന കാണാം. ഫാത്തിഹ ഓതുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെ നിസ്കാരം കാണുമ്പോൾ വലിയ ഖൗഫ, അല്ലാഹു അക്ബർ. മറ്റു ചില ആളുകളുണ്ട്, നിസ്കരിക്കാൻ കൈ കെട്ടുന്ന അവന്റെ ഖൈഫ് കൂടും, ഫാത്തിഹ മുഴുവനും കൂടെ ചവച്ചരച്ച് തിന്നും. ഈ ചൂണ്ടിങ്ങനെ കറങ്ങും, ഫാൻ കറങ്ങണ മാതിരി. ഒരാള് പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ഇമാമ കൈകെട്ട് നിന്നു. ദുഹർ നിസ്കാരത്തിനാണ് നിസ്കരിച്ച് 2ാമത്തെ റക്അത്ത് ആയപ്പോഴത്തേക്ക് ഇയാൾ ഒന്ന് കൈകെട്ടുകയാണ്. ഒരു 10 പ്രാവശ്യം കൈകെട്ടും, അല്ലാഹു അക്ബർ. ഇഷ്ടപ്പെട്ടില്ല, അടിക്കും, പിന്നെയും കിട്ടും, അല്ലാഹു അക്ബർ. ആകെപ്പാടൊരു വസ്വാസം. ലാസ്റ്റ് ഇയാൾ ഫാത്തിഹ ഓതാൻ തുടങ്ങി. എന്താ എല്ലാ അടുത്തിരിക്കുന്നവർക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഓതലും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഫാത്തിഹ ചിലരുണ്ട് തീരെ അറിയില്ല, ചിലരുണ്ട് ഓതും അങ്ങ് ആകെപ്പാടെ പള്ളിയിലുള്ള എല്ലാ ഫാനും പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഓതുന്നത്. അങ്ങനെ എന്തിനാ ഓതുന്നത്? ഒരാൾ വന്നിട്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞ അയാൾ വന്നിട്ട് പറയാൻ നാളെ റക്അത്ത് അല്ലാഹുവിന് വേണ്ടി, കാരണം എന്താ? പള്ളിയിലുള്ള എല്ലാരും കേൾക്കണത് ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ. ഇത് ഒരു പ്രാവശ്യമല്ല, സ്ഥിരം അയാൾ ഇങ്ങനെയാണ്. ഞാൻ അയാളെ വിളിച്ചു, എന്റെ പൊന്നു ഹബീബേ, നീ ബാക്കിയുള്ളവരെ കുഴപ്പിക്കല്ലേ, നിനക്ക് വേണ്ടെങ്കിൽ നീ നിസ്കരിക്കണ്ട, പോ. ഇങ്ങനെ ചില ആളുകളുണ്ട്, ഒന്നും അറിയില്ല എന്നാൽ എല്ലാം അറിയാവുന്ന ആളുകളെ ആളുകളുടെ മുന്നിൽ നടിക്കുകയും വേണം. ഇങ്ങനെയുള്ള ചില ആളുകൾ. എന്തിനാ സഹോദരങ്ങളെ?
അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ ഗ്ലാസുമായി വെള്ളക്കുപ്പിയുമായി പള്ളിയിലേക്ക് ഓടണ്ട. എന്ത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഉമ്മ? ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വെച്ചിട്ട് ഒതുവോടുകൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി തീർക്കണം. അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് ഊതിയിട്ട് കുടിച്ചോ. അതിൽ അസറിന്റെ പ്രതിഫലനമുണ്ട്. തീർച്ചയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട. ഖുർആൻ പഠിക്കാൻ തയ്യാറായിക്കോ. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. ചില ആളുകളുണ്ട് മലയാള പുസ്തകം വെച്ചേക്കും ഫാത്തിഹയുടെ മലയാള പുസ്തകങ്ങൾ യാസീന്റെയും അതേപോലെ ചില സൂറത്തുകളുടെയൊക്കെ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ദുആയും ഒരാള് വന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യാണ്. അറബി ഭാവത്തിന് അറിയില്ല. മലയാളത്തിൽ എഴുതി വെച്ചൊരു ബുക്ക് വെച്ച് ഇങ്ങനെ യാസീനൊക്കെ മലയാളത്തിൽ ഓതി മൊത്തം തെറ്റാണ്. ഓതി കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ദുആ ചെയ്യാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന വലിമശായിഖിന വലിഅസാതീദിന വലിജീറാനിന യാ റബ്ബൽ ആലമീൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ഗൈൻ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? പറ്റൂല. ആ സ്ഥാനത്ത് മലയാളത്തിൽ എഴുതി വെക്കും, കാഫ് എഴുതി വെക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ. എന്താ അർത്ഥം? അല്ലാഹുവേ നീ എന്നെ കാഫിറാക്കണേ. ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അല്ലാഹുവേ നീ എന്നെ കാഫിറാക്കണേ. എന്നെ മാത്രം പോരാ, വലിയ വാലിദീന എന്റെ വാപ്പമാരെയും കാഫിറാക്കണേ, വലിയ ജീറാനെ നാട്ടുകാരെയും കാഫിറാക്കണേ, വലിയ അസാദിന എന്റെ ഉസ്താദുമാരെയും കാഫിറാക്കണേ അല്ലാഹ്. അങ്ങനെ സർവ്വത്ര എണ്ണത്തിനെയും കാഫിറാക്കിയിട്ട് പോകും അവൻ. ഇങ്ങനെ ചില ആളുകൾ, എന്റെ പ്രിയമുള്ളവരെ, മലയാളത്തിൽ ഖുർആൻ എഴുതലും ഓതലും തെറ്റ് തന്നെയാണ്. അർത്ഥം എഴുതാം. അനറബി ഭാഷയിൽ ഖുർആൻ എഴുതാൻ പാടില്ല. ഓരോരുത്തരും പഠിച്ചോ. അതുകൊണ്ട് ഖുർആൻ തലയിണയാക്കി വെക്കല്ലേ, ഒരു കാഴ്ച വസ്തുവാക്കി വീട്ടിൽ ശേഷിപ്പിക്കല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ വിനീതമായി പറയുന്നു, ഈ കൈപൊക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാന്റെ മുന്നിലാ നിങ്ങൾ പ്രതിജ്ഞ എടുത്തത്, അള്ളാന്റെ മുന്നിലാ നിങ്ങൾ കൈപൊക്കി പടച്ചോനോട് സാക്ഷിയായത്. അതുകൊണ്ട് ലംഘിക്കല്ലേ. നാളെ മുതൽ നിങ്ങൾ ഖുർആൻ എടുത്തു വെച്ച് ഒരായത്തെങ്കിലും ഖുർആൻ നോക്കി ഓദിക്കോ. ആഖിറത്തിൽ നിനക്ക് ഗുണമാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ ഖുർആൻ പഠിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെങ്കിലും ഓതിയാൽ പോരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റബ്ബ ഖാരിഇൻ യഖറഉൽ ഖുർആൻ വൽ ഖുർആൻ യൽഅനുഹു. എത്രയോ ആളുകൾ ഖുർആൻ ഓതുന്നു, പക്ഷേ വൽ ഖുർആൻ യൽഅനുഹു, ഖുർആൻ ആ ഓതുന്നവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വസ്തുക്കൾ അള്ളാന്റെ മുന്നിൽ സാക്ഷി പറയും. ഒന്ന് റമളാൻ, രണ്ട് ഖുർആൻ. ഖുർആൻ ശപിക്കും നമ്മളെ. തെറ്റോതിയാൽ സ്പീഡ് നോതി പോകുന്നതിൽ ഒരു അർത്ഥമില്ല. അതുകൊണ്ട് നിർത്തി ഓരോ അക്ഷരങ്ങളും സ്ഫുടമാക്കി ഏറ്റവും നല്ല ശബ്ദത്തിൽ, മാധുര്യமான ശബ്ദത്തിൽ ആർക്കെങ്കിലും ഓതാൻ കഴിയുമെങ്കിൽ, അതുകൊണ്ട് മക്കത്തുൽ മുകറമ എന്ന് പറയുന്ന ഈ സംഘടന, ഈ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വാദ പരിപാടി കൊണ്ട് നിർത്തരുതേ. നിങ്ങളെ കൊണ്ട് തുടങ്ങിക്കോ. ആഴ്ചയിൽ ഒരു ദിവസം ഖുർആൻ പഠിക്കാനുള്ള ഒരു സദസ്സ് ഒരുക്കിക്കോ. ചെറുപ്പക്കാർക്ക്, മക്കൾക്ക്, ആണുങ്ങൾക്ക് പഠിക്കാൻ, ഖുർആൻ ഓതി പഠിക്കാൻ തജ്വീദോടുകൂടി ആഴ്ചയിൽ ഒരു ദിവസം തീരുമാനിച്ചിട്ട്, നിങ്ങളുടെ ഇമാം ഉസ്താദ് കഴിവുള്ളയാളാണ്, അഷ്റഫ് മൗലവി ഹിഫ്ള് പഠിച്ചയാളാണ്, അൽ ഖാസിമിയാണ് കഴിവുള്ളയാളാണ്. കണ്ടാ നരന്ത് പോലെ ആണെങ്കിൽ ഉള്ളിലുള്ള ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് പുറത്തങ്ങ് ഇറങ്ങി നിൽക്കരുത്, നല്ല കാറ്റം കാണുമെന്ന പുറത്തേക്ക് ഇടുക്കിക്കൊണ്ടിട്ട് കളയുന്നു. സാധാരണ ഞങ്ങളൊക്കെ ഓതി ഇറങ്ങിയിട്ട് പള്ളി കയറിയതിന് ശേഷമാണ് ശരി ആളും മാറാൻ തുടങ്ങി. നാട്ടുകാരുടെ ചാപ്പാടൊക്കെ തന്ന് എന്റെ ശരീരം മുഴുവൻ നാട്ടുകാരുടെയാണ്. നാട്ടുകാർ നാല് ഭാഗത്തുനിന്ന് അവരുടെ വിഹിതം എടുത്തോണ്ട് പോയാൽ പിന്നെ ഞാൻ തീർന്നു. പക്ഷെ വേളാവൂർ വന്നിട്ട് ആശ്രമത്തിലേക്ക് മാറ്റമൊന്നുമില്ല. കഴിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. വേളാവൂരുകാർ കൊടുക്കാത്തതുകൊണ്ടല്ല. കാരണം 2 ദിവസം ഞാൻ കഴിച്ചപ്പോൾ ഭക്ഷണത്തിന്റെ രീതിക്ക് എനിക്ക് മനസ്സിലായി. നല്ല അടിപൊളി ഫുഡാണ് വരുന്നത്. അള്ളാഹുവിന്റെ വലിയ ഭാഗ്യമാണ്. അഷ്റഫ് ഉസ്താദ് ഭക്ഷണം വീടുകളിൽ നിന്നല്ലേ? വീടുകളിൽ നിന്നാണ്. വരുമ്പോ അതിന്റെ ടിഫിന്റെ തട്ട് കണ്ടിട്ടില്ലേ? ട്രെയിനിന്റെ ബോഗി മാതിരി ഇങ്ങനെ കിടക്കും, നീണ്ട്. എന്നാലും പപ്പടം പൊതിഞ്ഞെടുത്തോളാം. എന്നിട്ട് ഉസ്താദ് എന്റെ നന്നാവാത്തെന്ന് എനിക്കറിയാം. അത് ശരീരം കൊണ്ട്.
അള്ളാഹു അദ്ദേഹത്തെ ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രണ്ട് മക്കളെ എൻ്റെ പ്രിയമുള്ളവർ, ഒരുപാട് ആലിമീങ്ങൾ ഒരുപാട് സ്ഥലത്തൊന്നും ഇരുന്നിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ വന്നിരുന്ന അദ്ദേഹം നിങ്ങൾക്ക് എന്നും ഓർക്കാൻ രണ്ട് മക്കളെ ആഖിറത്തിലേക്ക് സമ്മാനിച്ചു, ഹിഫ്ലിന്റെ മക്കളെ. അള്ളാഹു അദ്ദേഹത്തിനും ആ രണ്ട് മക്കൾക്കും ഇനി പഠിക്കുന്ന മക്കൾക്കും ഒരുപാട് അവരെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർക്കും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, ഖുർആൻ ഓതുക. എന്റെ മക്കത്തുൽ മുക്കറമ എന്ന് പറയുന്ന ലൈബ്രറിയുടെ ചെറുപ്പക്കാരോട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം യുവാക്കൾക്ക് വേണ്ടി ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി വെക്കുക. ഈരാറ്റുപേട്ടയിൽ ഞാൻ ലാസ്റ്റ് പഠിച്ചത് ഈരാറ്റുപേട്ടയിലാണ്. ഫൗസിയ അറബിക് കോളേജിൽ ഇന്നിപ്പോ ഒരു വലിയ സംരംഭമുണ്ട്, മജ്ലിസുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പഠിക്കുന്നു. വലിയ ആളുകൾ, വൃദ്ധന്മാർ, വലിയ ദാടി നരച്ച ആളുകൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടും ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടും അവര് വന്നിരുന്ന അലിഫ് മുതൽ നൂറാനി ഖായിദ തൊട്ട് പഠിപ്പിച്ചു. അങ്ങനെ ഒന്നും അറിയാത്ത, ഒരക്ഷരം പോലും അറിയാത്ത പലരും ഈ നീരാറ്റുപേട്ടയിൽ ഖുർആൻ ഓതാൻ കഴിവുള്ളവരായി മാറി. അതുകൊണ്ട് എന്റെ മക്കത്തുൽ മുക്കറമയുടെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഖുർആന്റെ തുടക്കമാ മക്കയിൽ വെച്ച്. അതുകൊണ്ട് ഈ ലൈബ്രറി അതിനു വേണ്ടി ഒരു വേദിയാകണം. ഈ വഅദ് സദസ്സ് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരായ മുഹമ്മദിനോടും ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോ ആഴ്ചകളിലും ഒഴിവു സമയം നോക്കി ഒരമണിക്കൂർ ചെറുപ്പക്കാരെ ഖുർആൻ പഠിപ്പിക്കാൻ മാറ്റിവെച്ചോ. ഈ നാടിനെ അല്ലാഹു അനുഗ്രഹിക്കാൻ അത് കാരണമാകും. വേദിയുണ്ട്, അവസരങ്ങളുണ്ട്, ഖുർആൻ പഠിക്കുന്ന മക്കളിരുന്ന് പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പഠിക്കാനും അനുഭവിക്കാനും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരെന്നറിയോ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ്. പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന അഷ്റഫ് മൗലവിയേക്കാൾ, ഈ പഠിക്കുന്ന കുഞ്ഞു മക്കളെക്കാൾ മഹത്വമുള്ള ഒരാളും ഭൂമി ലോകത്തില്ല എന്ന് പരിശുദ്ധ പ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ നാടിന്റെ വളവും വെള്ളവും കുടിച്ചും കഴിച്ചും വളർന്ന് ഖുർആൻ പഠിച്ച രണ്ട് മക്കൾ ഇന്ന് നാളെ ഇവിടെ നിന്ന് സനദ് വാങ്ങുമ്പോ അതിന് സാക്ഷിയാകാൻ ഈ നാട്ടിലെ ആബാല വൃദ്ധജനങ്ങളും വരണം. അള്ളാഹുവിന്റെ മുന്നിൽ അവരെല്ലാം സാക്ഷികളാണ്. ഇതിന് സാക്ഷിയായതിന്റെ പേരിലെങ്കിലോ കരുണക്കടലായ പടച്ചോ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഈ സദസ്സിനെ ഖബൂലാക്കട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. ഖുർആൻ ജീവിതത്തിൽ പകർത്തിക്കോ, ജിന്നിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അങ്ങനെ ജിന്ന് റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഈസാ നബിയുടെ സലാം പറഞ്ഞു. അപ്പൊ ഒരാൾ മരിച്ചാൽ അയാളുടെ കൂടെയുള്ള ജിന്ന് പെട്ടെന്ന് മരിക്കില്ല. അപ്പൊ ഞാൻ മരിച്ചാൽ, ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചും ഖുർആൻ ഓതിയും പടച്ചോനെ പേടിച്ചും ജീവിച്ച ആളാണെങ്കിൽ ഞാൻ മരിക്കുന്നതോടുകൂടി എന്റെ ജിന്ന് പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറിപ്പോകും, പിന്നെ വേറൊരു ജോലിയില്ല. പക്ഷേ ഞാൻ മദ്യപാനിയാണെങ്കിൽ, ഞാൻ നമസ്കരിക്കാത്തവനാണെങ്കിൽ, ഈ നാട്ടിൽ ഒരുപാട് നമസ്കരിക്കാതെ പടച്ചോനെ ധിക്കരിച്ചു കൊണ്ട് കിടക്കുന്ന യുവാക്കളുണ്ടല്ലോ, ആ യുവാക്കൾ കൂടെ പഠിച്ചു വെച്ചോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ജിന്ന് നിങ്ങളുടെ കൂടെ സാക്ഷിയാണ്. കൂട്ടുകാരോടൊത്ത് പോകുന്നില്ലേ? ഓരോ സ്ഥലത്തും പോയിരുന്ന പാതിരാത്രിയും പട്ടാപ്പകലോ കുപ്പി പൊട്ടിച്ചടിച്ചിട്ട് പരാക്രമം കാട്ടുന്ന, സമൂഹത്തിന് പേരുദോഷമുണ്ടാക്കുന്ന ചെറുപ്പക്കാരെ നാടിന്റെ നാനാഭാഗത്തുമുണ്ട്. അവരിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ ജിന്ന് പിന്നെ പ്രേതത്തെ പോലെ അലയുകയാണ്. അയാളുടെ കൂട്ടുകാരുടെയോ ആ മനുഷ്യന്റെ കൂടെ തെറ്റ് ചെയ്യുന്നവനാരോ അവന്റെ ദേഹത്തേക്ക് വന്ന് കയറുകയാ. പിന്നെ ആ ജിന്നാണ് സംസാരിക്കുന്നത്, എന്റെ പേര് ഷഫീഖ് എന്നാണ്, എന്റെ വാപ്പാടെ പേര് ഇന്നതാണ്, എന്റെ ഉമ്മാടെ പേര് ഇന്നതാണ്, ഞാൻ ഇങ്ങനെയാ മരിച്ചത് എന്നൊക്കെ ഈ റൂഹാനിയാണ് പറയുന്നത്. റൂഹല്ല, റൂഹ് പോയത് പോയി. പിന്നെ അതിന് സജ്ജീകരിക്കപ്പെട്ട ഒന്നുകിൽ സ്വർഗത്തിന്റെ കവാടം അല്ലെങ്കിൽ നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ടു പോയി. റൂഹ് പിന്നെ തിരിച്ചു വരുന്നില്ല. പിന്നെ വരുന്നത് ആരാണ്? ഈ റൂഹാനിയാൻ, ജിന്നാൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജിന്നിന്റെ ഈ ജിന്നെന്തിനാ ദേഹത്തെ കയറുന്നത്? അപായപ്പെടുത്താനാണ്. എന്റെ ആളെ നീ കൊണ്ടുപോയി കള്ളു കൊടുത്തും കുടിപ്പിച്ചും നശിപ്പിച്ചു കളഞ്ഞില്ലേ, നിന്നെ ഞാൻ വിടത്തില്ലടാ. ഗൽത്താക്കി പിടിച്ചും കൂടെ അടക്കുന്നവരൊക്കെ സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ സുഹൃത്തിനെ സ്വീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, നിന്റെ
നന്മയിൽ നിന്നെ ഉപദേശിക്കുന്നവനാവണം. 2 നിന്റെ തെറ്റുകൾ നിനക്ക് തിരുത്തി തരുന്നവനാവണം. അതല്ലാത്തൊരു സുഹൃത്തിനെ നീ കൂട്ടുകാരനാക്കി വെക്കണ്ട. വെച്ചാൽ നിനക്ക് അപകടമാണ് പൊന്നുമോനെ. അതുകൊണ്ട് ഈ വല്ലാത്ത ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആഖിറത്തിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആനോദൽ നിത്യമാക്കിക്കോ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത നമുക്കല്ല അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി ഖുർആൻ മാറ്റി അവസാന കലിമ പറഞ്ഞ് പുഞ്ചിരിയോടെ മരിക്കാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.